നമസ്കാരം. ഞാൻ മറ്റൊന്നുമല്ല നോക്കിയത്, ഒരു മെസ്സേജ് വന്നു. ഓക്കെ, മറ്റൊന്നല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ നടന്ന ആ ദുരന്തം അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് സങ്കടക്കടൽ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയായാലും ചില ആശങ്കകൾ പങ്കുവെക്കുന്ന ചില കുറിപ്പുകൾ നമ്മുടെ ഈ വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, പല ഗ്രൂപ്പിലും വരുന്നുണ്ട്. അപ്പോൾ എനിക്കും ചില മെസ്സേജുകളൊക്കെ വന്നിരുന്നു. അന്ന് മറ്റൊന്നുമല്ല, കുറേയേറെ പേരുടെ ഓണ പ്രോഗ്രാം ക്യാൻസലായിപ്പോയി. അതിപ്പം ഉരുള് പൊട്ടിയ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ പ്രോഗ്രാമിന് കൊടുക്കുന്ന പൈസ കൊടുക്കുന്നൊരു സംഭവം, അതിനെ പറ്റിയുള്ളൊരു ആശങ്കകൾ മുന്നിൽക്കുന്ന ഒരു കുറിപ്പുകൾ വാട്സപ്പ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ വന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴില്ല, നേരത്തെ വന്നതാണ്, ഞാൻ ഒന്ന് വായിക്കാതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഓണപ്പരിപാടികൾ, ഗവൺമെൻറ് തലത്തിലുള്ള ഗവൺമെൻറ് പരിപാടികൾ മാത്രമേ ബാൻ ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുള്ളൂ. അതുപോലെ മറ്റേ വള്ളംകളി പോലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ, മറ്റേ ഓണപ്പരിപാടികളൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു തീവ്രത കുറച്ചൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിയുണ്ടല്ലോ. അപ്പോൾ കുറേ കലാസമിതികളുടെയും കലാകാരന്മാരുടെയും പരിപാടി ബുക്ക് ചെയ്തത് ക്യാൻസലാക്കി. അപ്പോൾ ഒരാൾ, അദ്ദേഹം വലിയൊരു കലാകാരനാണ്, അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്ന ഞാൻ വായിക്കാം. ഓണപ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന കമ്മിറ്റിക്കാർക്ക് ഒരു തുറന്ന കത്ത് എന്നാണ് തുടങ്ങുന്നത്. സ്നേഹമുള്ള കമ്മിറ്റി സുഹൃത്തുക്കളെ, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരെയും പോലെ നമുക്കും ആ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താം. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞുകൊണ്ട്, ഒരു ഉത്സവ സീസൺ എന്ന് പറയുന്നത് ഏകദേശം 5 മാസക്കാലമാണ്. ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ച് ഏപ്രിൽ അവസാനത്തോടുകൂടി കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നു. ഈ സമയത്തെ വരുമാനം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ കലാകാരന്മാർ ഒരു വർഷക്കാലം ജീവിക്കുന്നത്. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യം പ്രോഗ്രാം അവസാനിച്ചാൽ പിന്നീടുള്ള മഴക്കാലം മുഴുവനും സീസൺ പ്രോഗ്രാമിൽ നിന്നും സൂക്ഷിച്ച് വച്ചതും പലരിൽ നിന്നും കടം വാങ്ങിയതുമാണ് അവരവരുടെ കുടുംബം പുലരുന്നത്. കലാകാരന്മാരുടെ ആകെയുള്ള പ്രതീക്ഷ ഓണക്കാലത്തെ പ്രോഗ്രാമുകളാണ്. എന്നാൽ ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല കമ്മിറ്റിക്കാരും ഓണ പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നതായി അറിയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലൂടെ വലിയൊരു ചാരിറ്റിയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് 50ഓളം കുടുംബങ്ങളാണ് അതുകൊണ്ട് കഴിയുന്നത്. കലാകാരന്മാർ, സൗണ്ട് ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ്, ചെറുകിട കച്ചവടക്കാർ, എക്സെട്ര, അങ്ങനെ നീളുന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൻ്റെ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് 3-4 ദിവസം ജീവിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 200 ആളുകൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം മൂലം ജീവിക്കാൻ സാധിക്കും എന്നാണ് കണക്കൂട്ടുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യമാണ്. ഏറെ പ്രതീക്ഷയോടെ ഓണക്കാലം കാത്തിരിക്കുന്ന കലാകാരന്മാരുടെ പ്രതീക്ഷയിൽ ഇരുൾ നിറയ്ക്കരുത്. ഒരുപാട് സഹിക്കുന്നവരാണ് കലാകാരന്മാർ. പ്രളയം വന്നാലും കൊറോണ വന്നാലും ഉരുൾപൊട്ടൽ ഉണ്ടായാലും ആദ്യം നിർത്തലാക്കുന്നത് കലാപരിപാടികളാണ്. വയനാടിനെ ചേർത്ത് നിർത്താൻ ഒട്ടേറെ സുമനസ്സുകളുണ്ട്. നമുക്കും അവരെ ചേർത്ത് നിർത്താം. അതോടൊപ്പം കലാകാരന്മാരെ ഞങ്ങളെയും ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമേ എന്നൊരപേക്ഷയാണ്. പ്രകൃതിയുടെ താണ്ഡവത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടും നമ്മളിൽ നിന്നും വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും ഈ തുറന്ന ചെറിയ കത്ത് അവസാനിപ്പിക്കട്ടെ. ഇതാണ് ഒരു കലാകാരൻ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ്. അപ്പം ശരിയാണ് കേട്ടോ. എനിക്കും ഇതുപോലെ ഓണപ്പരിപാടികൾ 2-3 ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ ചെറിയ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസലായിട്ടുണ്ട്. 2-3 ക്യാൻസലായി. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നത് വളരെ സന്തോഷമുള്ളൂ. ആൾക്ക് അതിനകത്തൊക്കെ 100%. ഇപ്പം മിമിക്രി കലാപ്രസ്ഥാനം, അതായത് മാ എന്ന് പറയുന്ന മിമിക്രി
ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഈയിടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നാദിർഷുക്കയും സെക്രട്ടറി ശ്രീ ഷാജോണും അവരെ നമ്മുടെ ട്രഷറർ കലാഭവൻ പ്രജോതും ദേവിചന്ദ്രനും ഒക്കെ എക്സിക്യൂട്ടീവുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇതുപോലുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ, അതായത് ഞങ്ങളുടെ തലപ്പത്തുള്ള മിമിക്രി അസോസിയേഷൻ്റെ തലപ്പത്തുള്ളവർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട്, സാംസ്കാരിക മന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഒരു 5 ലക്ഷം രൂപ ഫണ്ടിലേക്ക് നൽകുകയുണ്ടായി. അങ്ങനെ പല വിധത്തിലും പല സംഘടനയിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും നമുക്ക് സഹായങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ടെങ്കിലും ഇത് തുറന്നു പറയാത്ത, അല്ലെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞാലങ്ങോട്ട് പെട്ടെന്ന് അംഗീകരിക്കാത്ത, കുറച്ച് സന്തോഷം കുറഞ്ഞാലെന്ന എന്നുള്ള ചിന്തയും നമ്മൾ അഹങ്കാരം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളവരും കൂടെ ചിലർക്ക് എന്താ പറയുന്ന പരസ്യമായ രഹസ്യങ്ങളാക്കി പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വലിയൊരു വാസ്തവമുണ്ട്. കാര്യം കലാകാരന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് കലാപരിപാടികളും കലാപ്രസ്ഥാനങ്ങളും തന്നെയാണ്. അപ്പം ആശങ്ക പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിലെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വയനാട്ടിലുള്ള ആ ദുരന്തം നടന്ന ആ ദുരന്ത മേഖലയിലുള്ളവർക്ക് ജനങ്ങളുടെ അവസ്ഥയും കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പ്രതീക്ഷയും കാത്തിരിപ്പും, അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഇനിയും ഉണ്ടാക്കുവാനുള്ള പെടാപ്പാടുകളുമൊക്കെ നിറയുന്ന ആണെങ്കിലും ഈ ഓണത്തിന് എൻ്റെ കൂടെ അഭിപ്രായമാണ് ചെറിയ ചെറിയ പരിപാടികൾ ഈ കലാകാരന്മാർക്ക് നൽകണം. അതിന് വലിയ തുകയില്ലെങ്കിലും അതിന് കുറച്ച് തുക അല്പം കുറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് പരിപാടികൾ നൽകണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും കഴിയണം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സീസണിൽ കിട്ടുന്ന ഓണം കഴിഞ്ഞ് തുടങ്ങും, ഓണം മുതൽ തുടങ്ങി ഒരു സീസണിൽ വരുന്ന വരുമാനമാണ് 4-5 മാസത്തെ അല്ലെങ്കിൽ 4 മാസത്തെ വരുമാനമാണ് നീണ്ടു പോകുന്നത്. അപ്പോൾ പറയപ്പെട്ടത് ഞാനും ഈ പറഞ്ഞതിനകത്തൊരു ആശങ്ക പങ്കുവെക്കുന്നു. അപ്പം ഈ എന്താ പറയുക, വയനാട്ടിലുള്ള ആ മൺമറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിലെ അവസാനത്തെ വാക്കുപോലെ എല്ലാവർക്കും ആദരാജ്യം ചെയ്യുന്നു. അതിൽ ചെറിയൊരു കെട്ടാൻ വേണ്ടി കലാകാരന്മാർക്ക് ആവുന്ന വലിയ തുകയിലും ചെറിയ തുക കൊടുത്ത് അവരെ നമ്മുടെ ഒരു ഭാഗമാക്കണം എന്നും എനിക്ക് അപേക്ഷയുണ്ട്. അപ്പം പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സമയം വളരെ കുറച്ച് ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലാശങ്ക പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് വന്നേ ഉള്ളൂ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ചെറിയ കണ്ടില്ല അലക്കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഈ മെസ്സേജ് വന്നപ്പം ഞാൻ ആശങ്ക പങ്കുവച്ചു. അപ്പം പ്രിയപ്പെട്ടവർ എല്ലാവരും ഇതിലൊരു മനസ്സിലിടുക. ചെറിയ തരത്തെങ്കിലും കലാകാരന്മാരെ, കലാകാരികളെ, കലാപ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമല്ലോ എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. എല്ലാവർക്കും നന്മകളുണ്ടാകും. സ്നേഹം, കണ്ണൻ സാഗർ.